നമ്പർ വൺ എന്ന് പറഞ്ഞ് കിടക്കുന്നവർക്ക് ഇതുപോലെ അറിയുമോ? ആൾക്കാർക്ക് നമ്പർ 1 നമ്പർ 3 ഒന്നും ഒരു പ്രശ്നമല്ല, കാര്യങ്ങൾ അവിടെ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്പരൊന്നും ഇടണ്ട. ആലപ്പുഴ ആരോഗ്യം അത്ര നല്ലതല്ല. മെഡിക്കൽ കോളേജ് ഉണ്ട്, അത് പറഞ്ഞാൽ വീണ ജോർജൊക്കെ പറഞ്ഞു ദയവായി എഴുതരുത്. വീണ ജോർജ് അല്ല മെഡിക്കൽ കോളേജ്, അതിന് മുമ്പോട്ട് മെഡിക്കൽ കോളേജ് ഉണ്ട്. അവർ 5 വർഷത്തേക്ക് വന്നൊരു മന്ത്രിയാണ്. അടുത്ത തവണ അവരാവുകയില്ല എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പരീക്ഷകളെ പറ്റി വ്യക്തതയില്ല. എപ്പോഴാണ് ചോദ്യപേപ്പർ കാണാതെ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. MBA വിദ്യാർത്ഥികളുടെ ചോദ്യപേപ്പർ കളഞ്ഞ അധ്യാപനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇതുവരെ ജയിലിലടച്ചിട്ടില്ല. അയാളുടെ പേപ്പർ വാല്യുവേഷൻ്റെ അവകാശം എടുത്തു കളഞ്ഞു. പുള്ളിക്ക് സന്തോഷമായി കാണും. കാരണം വാല്യുവേഷൻ നടന്ന അധ്യാപകർ വല്ലതും തയ്യാറല്ല, അവർക്ക് വേണ്ടെന്നാണ് പറയുന്നത്. ആളെ അറസ്റ്റ് ചെയ്യണ്ടേ? ഏറ്റവും ഗുരുതരമായ കുറ്റമല്ലേ? എവിടെ നോക്കിയാലും പോലീസ് അപ്പം മയക്കുമരുന്ന് കിട്ടുക ഇല്ലേ? ഇതെന്ത് കഥയായി കേരളത്തിൽ? നമ്മുടെ ഏറ്റവും എല്ലാത്തിനും മുമ്പന്തിയിലാന്ന് പറഞ്ഞു നടന്നത് ഇതിന് മുമ്പന്തിയിലാണ്. എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? സ്വയം പുകഴ്ത്തൽ അവസാനിപ്പിക്കണം. മറ്റുള്ളവർ നമ്മളെ പറ്റി പറയട്ടെ. നമ്മളെ പറ്റി വസ്തുതകൾ നമുക്ക് വാദിക്കാം. പക്ഷെ നമ്മൾ പെരുപ്പിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ മുമ്പന്തിയിലായാലും പുറകിലായാലും നമ്മളെ ആരും ഒന്നും ചെയ്യില്ല.